ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനിടയ്ക്ക് കുറെ കൗതുകമുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ടായി. ആ പ്രിയങ്ക എന്ന പെണ്ണിന്റെ കാര്യത്തില്. അതെന്താ? എന്റെ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ അവളെ ജീവനോടെ കണ്ടു എന്ന് പറഞ്ഞു. ഒരു നാടോടി സംഘത്തിന്റെ കൂടെ. മതി, വാ അവിടെ നിൽക്കേ. തുടക്കേ. അതെ, വീട്ടിലുണ്ടോ? ഇങ്ങനെ നോക്കിയാ മുറിവ് പെട്ടെന്ന് കരയും. ഇവിടെ ആ കത്തിയുടെ അവസ്ഥ എന്തായിരുന്നു? അത് വല്ല തുരുമ്പുള്ളായിരുന്നോ? നമുക്ക് ആണെങ്കിൽ സെപ്റ്റിക് ആവും, ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അതെ, പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോ കൈയും വിരലും ഒക്കെ മുറിയുന്നത് സ്വാഭാവിക. അതിനാരെയും ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊന്നും കൊണ്ടുപോകാറൊന്നും ഇല്ല. തനിക്ക് എല്ലാം ഒരു തമാശ. അതെ, ഇത്രയും നേരം ഇതൊക്കെ ആരും കാണാതെ ഒളിച്ചു വെച്ച ത്യാഗാണെന്നാണോ താൻ കരുതുന്നത്? ഇതാ അമ്മയൊക്കെ എപ്പോഴും പറയുന്നത്, ചെറുത് കൂട്ടിവെച്ച് വലുതാക്കുമെന്ന്. ഒന്നുമില്ല, പേടിക്കണ്ട, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, ഒന്നുമില്ല. എന്റെ കൃഷ്ണ, ഇങ്ങനൊരാളെ എനിക്ക് തന്നതിന് എങ്ങനെ ഞാൻ നന്ദി പറഞ്ഞു തീർക്കുക? ഇപ്പൊ താനെന്താ മനസ്സിലാലോചിച്ചത്? ഏയ്, ഞാനൊന്നും ആലോചിച്ചില്ല. മുറിവ് വെച്ച് കിട്ടുമ്പോ നല്ല വേദനയാണല്ലോ. അതൊന്നും അല്ല, എന്തോ മനസ്സിലാലോചിച്ചു. വരെയൊക്കെ പറയുന്നുണ്ടോ? അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമല്ല. അത് ഞാൻ എന്റെ ഭഗവാനോട് പറഞ്ഞതാ. ഭഗവാനോട് പറയാമെങ്കിൽ എന്നോടും പറയാം. കേക്കട്ടെ? കേൾക്കണം. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരു ചെക്കനെ എനിക്ക് തന്നല്ലോ എന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞതാ. ഓ,
ഇങ്ങനെ നിന്ന പാചകം നടക്കോ? അച്ഛനോടും അമ്മയോടൊക്കെ വാക്ക് പറഞ്ഞല്ലോ, വരുമ്പോഴേക്കും സദ്യ ഉണ്ടാക്കി വെക്കാന്നൊക്കെ. ഉണ്ടാക്കണ്ടേ? ആ എങ്കി പിന്നെ ആദ്യം സദ്യ അതൊന്ന് റെഡിയായിട്ട് റെഡിയായിട്ട് അതപ്പൊ പറയാം. ആ പറഞ്ഞാ മതി. ചെന്ന് പണിയെടുക്കാൻ നോക്ക് വേണേ. ചെല്ലടി അങ്ങോട്ട്. നമ്മൾ തമ്മിൽ ഇനി കാണേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലേ? സ്റ്റേഷനിലേക്ക് വരുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ കാര്യം? കേസ് അന്വേഷണം എവിടം വരെ എത്തിയെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പരിചയക്കാരായ ചില പോലീസുകാർ വഴി ഞാനൊരു നീക്കം നടത്തി നോക്കി. ACP അർജുന്റെ കേസന്വേഷണം അങ്ങനെയാ. മറ്റാർക്കും അതിൽ ഇടപെടാൻ പറ്റരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. അത്തരത്തിലൊരു ടീമാ എപ്പോഴും കൂടെ ഉണ്ടാവുക. ഒരു വാക്ക് പോലും ചോദിക്കില്ല. ഇതിനിടയ്ക്ക് കുറെ കൗതുകമുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ടായി. ആ പ്രിയങ്ക എന്ന പെണ്ണിന്റെ കാര്യത്തില്. അതെന്താ? എന്റെ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ അവളെ ജീവനോടെ കണ്ടു എന്ന് പറഞ്ഞു. ഒരു നാടോടി സംഘത്തിന്റെ കൂടെ. ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടത്താനാണല്ലോ എല്ലാവർക്കും താല്പര്യം. ഇതും അത്തരത്തിൽ തന്നെ. എടോ, പ്രിയങ്കയെ ജീവനോടെ കണ്ടുവെന്ന് പറയുന്ന ആദ്യത്തെ ആളല്ല പോലീസുകാരൻ. മറ്റൊരാളും കൂടി പറഞ്ഞിട്ടുണ്ട്. അതാരാ? പ്രിയങ്കയുടെ മുത്തശ്ശി സുകുമാരി.